വളരെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങളാണ് കടന്നുപോയത്. എങ്ങനെയായിരുന്നു ഈ 3 മണിക്കൂർ പിന്നിട്ട യാത്ര? പിന്നിട്ട യാത്ര എന്ന് നമ്മൾ വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയെല്ലാം നമ്മളൊരു ആംബുലൻസ് ഡ്രൈവർമാരാണല്ലോ, അപ്പോൾ നമുക്കിത് ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം ഇത് ശീലമാണ്. പിന്നെ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പ്രായം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണക്കെടുക്കുമ്പോൾ റിസ്ക് പിടിച്ച കാര്യങ്ങളായിരുന്നെങ്കിലും പോലീസിൻ്റെയും ജനങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫും അവരും പിന്നെ എല്ലാവരും മാധ്യമങ്ങളുടെ എടുത്ത് പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനനുസരിച്ചാണ് ജനങ്ങളും നമുക്ക് വഴിയൊരുക്കി തന്നത്. അപ്പോൾ വഴിയൊരുക്കി തന്നുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇല്ലായിരുന്നു എന്നല്ല, എന്നാലും നമ്മൾ വിചാരിച്ച ആ സമയത്തിന് നമുക്കിവിടെ ഓടിക്കയറാൻ പറ്റും. ശരത്ത് മുഴുനീളം കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു യാത്ര? ആദ്യമായിട്ടല്ല, ഞാനും നമ്മളെല്ലാവരും സെപ്പറേറ്റ് ഇത് കണക്കുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. ഓർഗണ്ട് ഷിഫ്റ്റിംഗ് ഉണ്ടാവാറുണ്ട്. ഇപ്പം ഇടയ്ക്ക് ഞങ്ങൾ പോവാറുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര സാധാരണ നമ്മൾ പോവുകയാണെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും പോകാറുള്ളത്. അപ്പം വണ്ടിയിൽ വേറൊരു സ്റ്റാഫ് ഉണ്ടാകും. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ 2 ഡ്രൈവർമാർ ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ കോർഡിനേഷനിൽ അത്രയും നല്ലതാക്കി ചെയ്യാൻ പറ്റി. എല്ലാവർക്കും പ്രാർത്ഥന ഉള്ളതുകൊണ്ട് ഒരു ആപത്തും കൂടാതെ ഇവിടെ എത്തി. പ്രത്യേകിച്ചും ഈ സമയം ഒരു വളരെയധികം ട്രാഫിക് ഉള്ളൊരു സമയമാണ്. പ്രത്യേകിച്ചും വയലിലേക്ക് കടന്നു വന്നപ്പോൾ എങ്ങനെയായിരുന്നു? വയലിൽ എല്ലാം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് പോലീസുകാർ അത് ക്ലിയർ ചെയ്ത് തന്നു. അത് അവരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് അനുഭവിക്കാൻ വന്നിട്ടില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ചെറിയ പ്രശ്നങ്ങൾ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അറിയാത്തവരായിരിക്കും, അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ. അതെല്ലാം പോലീസുകാരും ജനങ്ങളും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് തന്നു. നിങ്ങളെ പ്രതീക്ഷിച്ചിരുന്ന, പ്രാർത്ഥനയോട് കാത്തിരുന്ന 3.5 കോടിയോളം വരുന്ന മലയാളികളുണ്ട്. അതിലുപരി 5 കുടുംബങ്ങളുണ്ട്. ചോദിക്കാൻ പാടില്ല, എങ്ങനെ ചോദിക്കാം, എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ഈ വാഹനം ഓടുന്നത്? നമ്മളതൊന്നും നോക്കിയില്ല, അതൊന്നും നോക്കാൻ പറ്റില്ല. മീറ്ററിലേക്ക് നമുക്ക് ഒരു കാലത്തും നോക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡിലേക്ക് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രണ്ടിൽ പോണ വണ്ടിയുണ്ട്, അവർ ക്ലിയർ ചെയ്യുന്ന. പിന്നെ ഒന്നാമത് രാത്രി സമയം അവിടെ നിന്ന് ആൾക്കാരോ ഇപ്പോൾ ഒരു നായ എടുത്ത് ചാടിയാലും പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് മീറ്ററിലേക്ക് നോക്കാറില്ല. പോലീസുകാർ അത്രയും നല്ല സപ്പോർട്ട് നമുക്ക് തന്നതുകൊണ്ട് അവരാണ് മുന്നിൽ നമ്മൾ നിന്നത്. അപ്പോൾ അതേ സ്പീഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വളരെയധികം സന്തോഷമുണ്ടല്ലേ? അമ്മയുടെ അനുഗ്രഹവും നമുക്ക് കൂടെ ഉണ്ട്. അവൾ കുറേ വർഷമായി അവിടെ സ്റ്റാഫായിട്ട് തന്നെ. അപ്പോൾ എല്ലാം സന്തോഷം നിമിഷത്തിൽ അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. അതെ പുള്ളിക്ക് സംസാരിക്കാന്ന് പറഞ്ഞാൽ പുള്ളിയാണ് ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്തത്. ടയേർഡായിട്ട് ഞാൻ വെള്ളം കുടിക്കട്ടെ. പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ഒരു ചരിത്ര നിമിഷമാണ്. ആലൻ എബ്രഹാം ആ കുഞ്ഞു മാലാഖയുടെ അവയവങ്ങളുമായി കഴിഞ്ഞ 3 മണിക്കൂറിലധികമായിട്ട് യാത്ര ചെയ്ത അനുഭവമാണ് അവർ പങ്കുവച്ചത്. ഒരു നിമിഷം പോലും വാഹനം ഓടിക്കുന്നതിൻ്റെ മീറ്ററിൽ നോക്കിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്തു വരുന്നു. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കുഞ്ഞിൻ്റെ അവയവവുമായി ഇത്ര വേഗതയിൽ എത്തിയത്. എന്തായാലും വളരെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ അതിൽ എല്ലാവരുടെയും പങ്കുണ്ട്. പ്രത്യേകിച്ചും പോലീസിൻ്റെ ആയാലും സാധാരണ ഓരോ മനുഷ്യൻ്റെയും പങ്ക് അവരുടെ യാത്രയിലുണ്ടായിരുന്നു. വളരെയധികം തിരക്ക് പിടിച്ചൊരു സമയം, പ്രത്യേകിച്ചും 7:15 എന്ന് പറയുന്ന ആ സമയം, 7:15, 8 മണി, ഈ സമയങ്ങളിലൊക്കെയും ഈ തിരക്ക് പിടിച്ച പാതയിലൂടെ അവർ യാത്ര ചെയ്തു. അതിലൊക്കെയും ജനങ്ങളുടെ പങ്ക്, പോലീസിൻ്റെ പങ്ക്, സെക്യൂരിറ്റി ജീവനക്കാരുടെ പങ്ക്, അതൊന്നും വിസ്മരിക്കാൻ കഴിയില്ല. എല്ലാവരുടെയും ആ ഒത്തൊരുമ അതുതന്നെയാണ് വളരെയധികം കൃത്യമായി സമയത്തിൽ വിചാരിച്ചതിനേക്കാൾ നേരത്തെ കിംസ് ആശുപത്രിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഡ്രൈവർ ജനീഷും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ശരത്തും പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റീജു നാക്കപ്പിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.